നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 30, 2026 വെള്ളി. അങ്ങനെ നമ്മൾ ഈ വർഷത്തെ ബഡ്ജറ്റിന് മുന്നോടിയായിട്ടുള്ള അവസാന ട്രേഡിംഗ് സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഫെബ്രുവരി 1, അതായത് ഞായറാഴ്ചയാണ് ഇന്ത്യയിലെ യൂണിയൻ ബഡ്ജറ്റ് നടക്കാനിരിക്കുന്നത്. അന്ന് ബഡ്ജറ്റ് ഡേ ആയതിനാൽ തന്നെ ഞായറാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് സാധാരണ ദിവസത്തെ പോലെ തന്നെ വ്യാപാരം ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 9:15 മുതൽ വൈകുന്നേരം 3:30 വരെ. FMCG, IT, ഓട്ടോ മേഖലകൾക്ക് ഇന്നലെ ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും മെറ്റൽ സെക്ടറിന് കൈവരിക്കുവാൻ സാധിച്ച ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിന് മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടം തുടരുവാനായെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 393.97 കോടി രൂപയ്ക്ക് വീണ്ടും സെല്ലിംഗ് നടത്തുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2638.76 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഇന്നലെ നിഫ്റ്റിക്ക് 25,400 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 200-ഡേ EMA മാത്രമല്ല നിഫ്റ്റിയുടെ ടോട്ടൽ മൂവിംഗ് ആവറേജ് ആയ 10-ഡേ EMAയുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. 25,400 എന്ന ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ 10-ഡേ EMA നിലകൊള്ളുന്നതും. ആയതിനാൽ തന്നെ ഇന്ന് നിഫ്റ്റിക്ക് 25,400 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 25,500, 25,600 എന്നീ ലെവലുകൾ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലുകൾക്ക് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റിക്ക് 25,400 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ തുടർന്ന് 25,250 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. അതേസമയം 200-ഡേ EMA ലെവലായ 25,160 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. ആയതിനാൽ തന്നെ ഈ ലെവൽ ഇന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ബജാജ് ഓട്ടോ, NTPC, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നെസ്ലെ ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, മീഷോ, അജന്ത ഫാർമ, അംബുജ സിമെന്റ്സ്, അശോക ബിൽഡ്കോൺ, ആസ്റ്റർ DM ഹെൽത്ത് കെയർ തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ Q3 ഏർണിംഗ്സിന്റെ റിസൾട്ടുമായിട്ട് റിലീസിനായിട്ട് ഇന്ന് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നാളെ ശനിയാഴ്ച സൺ ഫാർമസ്യൂട്ടിക്കൽസ് ഇൻഡസ്ട്രീസ്, ഗെയിൽ ഇന്ത്യ, ഭാരത് ഡൈനാമിക്സ്, ബെൽറൈസ് ഇൻഡസ്ട്രീസ്, ഡൽഹി വെറി, ഫിനോലെക്സ് ഇൻഡസ്ട്രീസ്, IDFC ഫസ്റ്റ് ബാങ്ക്, RR കേബിൾസ് തുടങ്ങി മറ്റ് ഒട്ടനവധി കമ്പനികൾ അവയുടെ Q3 ഏർണിംഗ്സിന്റെ റിസൾട്ടുമായിട്ട് റിലീസിനായിട്ട് നാളെയും ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. സമയത്തിന്റെ പരിമിതി മൂലം എല്ലാ കമ്പനികളും വിശദമായി തന്നെ എടുത്തു പറയുന്നില്ല. ടെലഗ്രാം ഗ്രൂപ്പിൽ ഇവയുടെ ലിസ്റ്റ് വിശദമായി തന്നെ ഷെയർ ചെയ്യാം. ഇന്ന് ഇന്ത്യയിൽ നിന്നും നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി ബാങ്ക് ലോൺ ഗ്രോത്തിന്റെയും ഡിപ്പോസിറ്റ് ഗ്രോത്തിന്റെയും ഡാറ്റകളുടെ റിലീസ് ഉണ്ട്. കൂടാതെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ ഡാറ്റയുടെയും റിലീസ് നടക്കാനിരിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിലേക്ക് വരുമ്പോൾ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഇന്ന് യൂറോപ്പിൽ നിന്നും ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ നടക്കാനിരിക്കുന്നുണ്ട് യൂറോപ്യൻ മാർക്കറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എസ്പെഷ്യലി ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും. കൂടാതെ വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 7 മണിയോടുകൂടി US നിന്നും ഡിസംബർ മാസത്തെ പ്രൊഡക്ഷൻ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയുടെ റിലീസും നടക്കാനിരിക്കുന്നു. US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്ന അറിയിപ്പ് പ്രകാരം കൊടും തണുപ്പ് കാരണം ഉക്രൈനിലേക്കുള്ള ആക്രമണം റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കുന്നു എന്നുള്ള അറിയിപ്പ് വരികയുണ്ടായി. ചൊവ്വാഴ്ച അതിശക്തമായ ഉയർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് 16 എന്ന ലെവൽ മറികടക്കുകയുമുണ്ടായി. എന്നാൽ ബുധനാഴ്ചയും തുടർന്ന് വ്യാഴാഴ്ച ഇന്നലെയും ഇന്ത്യ വിക്സില് കാര്യമായ ഇടിവ് രേഖപ്പെടുത്തുകയുമുണ്ടായി. കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് ഡേയില് ഇന്ത്യ വിക്സ് 16 എന്ന ലെവൽ മറികടക്കുകയുമുണ്ടായി. ആയതിനാൽ തന്നെ ഞായറാഴ്ച ബഡ്ജറ്റ് നടക്കാനിരിക്കെ ഇന്നൊരു പക്ഷേ ഇന്ത്യ വിക്സിലോ ഉയർച്ച രേഖപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യ വിക്സ് സസൂക്ഷ്മമായിട്ട് വാച്ച് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. ഇന്ത്യ വിക്സിൽ ഉയർച്ച രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഓപ്ഷൻ പ്രീമിയംസിന്റെയും ഉയർച്ചയ്ക്ക് കാരണമാകുന്നതിനാൽ തന്നെ ഓപ്ഷൻ റൈറ്റേഴ്സ് ഒക്കെ കെയർഫുൾ ആകേണ്ടതായിട്ടുമുണ്ട്. ഞായറാഴ്ച ബഡ്ജറ്റ് ഡേ ആയതിനാൽ തന്നെ എസ്പെഷ്യലി ഓപ്ഷൻ റൈറ്റേഴ്സ് ഒക്കെ ഓവർനൈറ്റ് പൊസിഷൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് ചെയ്യുക. കാരണം ഞായറാഴ്ച ഒരു പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ വിക്സ് ഷൂട്ടപ്പ് ആകുന്നതിനാലും പലവിധ കാരണങ്ങൾ കൊണ്ട് ഒരു പക്ഷേ പ്രീമിയംസ് ഷൂട്ടപ്പ് ആകാനും മാർക്കറ്റ് വോൾട്ടൈൽ ആകാനുമുള്ള സാധ്യതകൾ അധികമാണ്. അതുകൊണ്ട് തന്നെ പൈസ നഷ്ടപ്പെടാനുമുള്ള സാധ്യതകളും കൂടുതലായതുകൊണ്ട് തന്നെ ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഡോക്ടർ റെഡ്ഡീസ് ADRന് 0.5%, വിപ്രോ ADRന് 0.25% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഇൻഫോസിസ് ADRന് 1% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. അതേസമയം HDFC ബാങ്ക് ADRന് 0.25%, ICICI
ICICI ബാങ്ക് ADRന് 0.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ആക്സിസ് ബാങ്ക് ADRന് 4.25% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റില് മൈക്രോസോഫ്റ്റിന് 11.3% ഇടിവ് നേരിടേണ്ടി വന്നു. കാരണം ക്വാർട്ടർലി ഏർണിംഗ്സിൽ റവന്യൂവിന് മാർക്കറ്റിനെ ഇംപ്രസ് ചെയ്യുവാൻ സാധിച്ചില്ല. ഓപ്പൺ AI സഖ്യത്തിന് പിന്നിലെ ഭീമമായ ചെലവുകൾ വേണ്ടത്ര വേഗത്തിൽ ധനസമ്പാദനത്തിലേക്ക് മാറുന്നില്ല എന്ന ആശങ്കയും ഉയരുകയുണ്ടായി. ഫലമായി ഇന്നലെ സ്റ്റോക്കിന് അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നു. കൂടാതെ AI ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളിൽ നിന്ന് നേരിടുന്ന കടുത്ത കോമ്പറ്റീഷൻ മൂലം പരമ്പരാഗതമായ IT മേഖലയെ ഇത് തളർത്തുമെന്നുള്ള ആശങ്കകളും നിലനിൽക്കുന്നതിനാൽ തന്നെ ഇന്നലെ സെയിൽസ് ഫോഴ്സിന്റെ സ്റ്റോക്ക് പ്രൈസിൽ 5.6% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ ഡാറ്റാഡോഗിന് 3.1% ഇടിവും നേരിടേണ്ടി വന്നു. എന്നാൽ അതേസമയം ഇന്നലെ മെറ്റയ്ക്ക് 8% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ ടെസ്ലയ്ക്ക് 1% ഇടിവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തൽഫലമായി ഇന്നലെ US മാർക്കറ്റില് S&P 500ന് നേരിയ നഷ്ടത്തോടുകൂടിയും നാസ്ഡാക്കിന് 0.25% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%-അടുത്തും ഫ്രാൻസ് മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 2%-ലേറെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം നെഗറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് നേരിയ നഷ്ടത്തോടുകൂടിയും കൊറിയൻ മാർക്കറ്റ് 0.5%-ലേറെ നേട്ടത്തോടു കൂടിയിട്ടുമാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 1%-ലേറെയും ഗോൾഡിന്റെ വിലയിൽ 0.5%-അടുത്തും ഇടിവാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില $68.96 per barrel എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $64.94 per barrel എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $5019.72 per ounce എന്ന നിലയിലേക്കും എത്തിച്ചേരുകയുമുണ്ടായി. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.97 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു. മാക്സ് പെയിൻ 25,350 എന്ന ലെവലിലേക്കും ലോവർ ലെവൽസിലുള്ള ബൈയിങ് ഇൻട്രസ്റ്റിനെ സൂചിപ്പിച്ചുകൊണ്ട് മൈനർ അപ്പർ ഷാഡോയോടും ലോങ് ലോവർ ഷാഡോയോടും കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രമല്ല മുൻപ് കണ്ട പോലെ തന്നെ ഇന്നലെ ഉണ്ടായ നേട്ടത്തിനെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ മറ്റൊരു ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10-day EMAയ്ക്ക് മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എങ്കിലും നിലവിൽ നിഫ്റ്റി അതിന്റെ മറ്റൊരു ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-day EMAയുടെയും മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-day EMAയുടെയും മാത്രമല്ല 100-day EMAയുടെ താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതും. RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 43.07 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. 25,000 എന്ന സ്ട്രൈക്കിലാണ് ഫുഡ് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,900 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.2 എന്ന നിലയിലേക്കും മാക്സ് പെയിൻ 60,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഹെൽത്തി അപ് ട്രെൻഡിനെ സൂചിപ്പിച്ചുകൊണ്ട് ഹയർ ഹൈ ഹയർ ലോ സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ലോങ് ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രമല്ല ഇന്നലെയും തുടരുവാൻ സാധിച്ച നേട്ടത്തിന്റെ ഫലമായിട്ട് എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും ബാങ്ക് നിഫ്റ്റിക്ക് തുടരുവാനും സാധിച്ചു. RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 56.34 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുമുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 62,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. 60,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് അതേസമയം പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണാനായിട്ടും സാധിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. ITC പ്രോഫിറ്റിൽ 0.07% നേരിയ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 6.7% വർധനവും രേഖപ്പെടുത്തി. കൂടാതെ $6 per ഷെയർ എന്ന നിലയിൽ കമ്പനിയുടെ ബോർഡ് ഇന്ററിം ഡിവിഡന്റും പ്രഖ്യാപിക്കുകയുണ്ടായി. ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് പ്രോഫിറ്റിൽ 48% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 16.1% ഉയർച്ചയും രേഖപ്പെടുത്തി. അതേസമയം എക്സംഷണൽ ലോസ് 24 കോടി രൂപയിൽ നിന്നും
1643 കോടി രൂപയായി വർദ്ധിക്കുകയും ചെയ്തു. 197 കമ്മ്യൂണിക്കേഷൻ അഥവാ പേടിഎം കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 208 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 225 കോടി രൂപയുടെ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റവന്യൂവിലും 20% വർധനവ് രേഖപ്പെടുത്തി. സ്വിഗ്ഗി കമ്പനിയുടെ നഷ്ടം വർദ്ധിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 799 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഈ ക്വാർട്ടറിൽ 1065 കോടി രൂപയുടെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. അതേസമയം റവന്യൂവില് 54% വർധനവും രേഖപ്പെടുത്തി. NTPC ഗ്രീൻ എനർജി പ്രോഫിറ്റിൽ 73.4% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 29.3% വർധനവും രേഖപ്പെടുത്തി. ഡിക്സൺ ടെക്നോളജീസ് ഇന്ത്യ പ്രോഫിറ്റിൽ 67.8% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 2% ഉയർച്ചയും രേഖപ്പെടുത്തി. ധാബ ഇന്ത്യ പ്രോഫിറ്റിൽ 7.3% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 6.1% നേട്ടം കൈവരിക്കുവാനുമായി. വേദാന്ത പ്രോഫിറ്റിൽ 61% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 37% ഉയർച്ചയും രേഖപ്പെടുത്തി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് 1800 കോടി രൂപയിലധികം വിലമതിക്കുന്ന 10 ധ്രുവ് എഞ്ചിൻ ഹെലികോപ്റ്ററുകളും അനുബന്ധ സ്പെയറുകളും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നതിനായി കമ്പനി പവൻ ഹാൻഡ്സുമായി കരാറിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ് കമ്പനിക്ക് പുതിയ 2 ഓർഡറുകൾ ലഭിച്ചു. കർണാടക പവർ ട്രാൻസ്മിഷൻ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും 146 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചപ്പോൾ NTPCയുടെ പ്രൊജക്ട്സിന്റെ എക്സിക്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ദത്ത പവർ ഇൻഫ്രയുടെ ഭാഗത്ത് നിന്നും 142 കോടി രൂപയുടെ മറ്റൊരു ഓർഡറും കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.